ഹായ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? അൽഹംദുലില്ലാ, ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറേ പേര് എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേർക്ക് അറിയാം ഞാൻ ആരാണ്, എവിടെയാണ് എൻ്റെ സ്ഥലം എന്നൊക്കെ. അപ്പം എൻ്റെ പേര് സെറീന എന്നാണ്. എൻ്റെ സ്വന്തം വീട് എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിൽ ഓട്ടപ്പടവ് എന്ന സ്ഥലത്താണ് എൻ്റെ സ്വന്തം വീട്. പെരക്ക് ഉമ്മ ഉപ്പ, അനിയത്തി, പിന്നെ അനിയൻ. എത്ര പേരാണ് ഉള്ളത്? അനിയത്തി ടീച്ചറാണ്, വഫീറ ടീച്ചറാണ്. അവൾക്കൊരു പിന്നെ കുഞ്ഞിയുണ്ട്, മോനാണ്, 3 വയസ്സായി. അവളെ കഴിച്ചു കൊടുത്തത് തൃക്കരിപ്പൂർ തങ്കി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതാണ് എൻ്റെ ഒരു ചെറിയൊരു ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത്. പിന്നെ എന്നെ മംഗലം കഴിച്ചു തന്നത് കണ്ണൂർ ജില്ലയിൽ നെക്ലിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എനിക്ക് 2 മക്കളാണ്. മൂത്ത മോന് 3ാം ക്ലാസ് പഠിക്കുന്നത്, രണ്ടാമത്തെ മോന് LKG പഠിക്കുന്നു. ഹസ്ബൻഡ് പോലീസാണ്. ആളിപ്പം പ്രൊമോഷനൊക്കെ കിട്ടി ഇവിടെ അടുത്ത് തന്നെയുള്ള ചിറ്റാരിക്ക എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ പഠിച്ചതൊക്കെ പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് +2 പോയി. അത് കഴിഞ്ഞ ശേഷം വിമൻസ് ITIയിൽ പിന്നെ ഗവൺമെൻറ് അപ്രൂവലായിട്ടുള്ള കോളേജിൽ തന്നെ ചേർന്ന് പിന്നെ അവിടെ DTP എന്ന കോഴ്സ് കംപ്ലീറ്റ് ആക്കി. അതിനുശേഷം 6 മാസം സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സിന് പോയി. അത് കാനങ്ങാടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ ശേഷം അങ്ങനെ കഴിഞ്ഞ ശേഷം PPTC കോഴ്സ് 1 ഇയർ, പിന്നെ അതും കഴിഞ്ഞു ജോലിക്കൊക്കെ പോയി. ഇപ്പം ഞാൻ പുറക്കാണ്. ഈ ഒരു വർഷം ചെറിയ മോനെ സ്കൂളൊക്കെ ചേർത്തതുകൊണ്ട് പുറക്കാണ്. ഇവിടെ പിന്നെ 2 കൊല്ലമായി താമസം വന്നിട്ട്. ഇതൊക്കെയാണ് എന്നെക്കുറിച്ചിട്ടുള്ള വിശേഷം എന്ന് പറയുന്നത്. ഞാൻ +2 പഠിച്ചത് ചെറുപുഴ സെൻറ്റ് ജോസഫ് സ്കൂളിലാണ്. പിന്നെ 10th വരെ പോയത് കടുമീൻ സെൻറ്റ് മേരീസ് സ്കൂളിൽ. അതുപോലെ UPയിൽ കടുമീൻ തന്നെ SNDP സ്കൂളിൽ. പിന്നെ LPയിൽ പോയത് മോക്കോട് ഗവൺമെൻറ് സ്കൂളിൽ. ഇതാണ് എന്നെക്കുറിച്ചിട്ടുള്ള ചെറിയൊരു ഇതെന്ന് പറയുന്നത്. പിന്നെ വേറെന്താ, എൻ്റെ പിന്നെ ചെറുപ്പകാലം എന്ന് പറയുന്നത് ഒരുപാട് മനോഹരമായിരുന്നു. കാരണം നമ്മളതുവരെ ജീവിച്ചത് വലിയൊരു ജോയിൻറ്റ് ഫാമിലി ആയിരുന്നു. എൻ്റെ ഉപ്പാരുമ്മ, പിന്നെ ഉപ്പാരുപ്പ, അതുപോലെ ഉപ്പാര ബ്രദേഴ്സ്, അങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ജോയിൻറ്റ് ഫാമിലിയിലായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എനിക്കൊരു 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലായിട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് തന്നെ തറവാട്ടിൽ നിന്ന് തന്നെ നമ്മൾ വേറെ താമസം വന്നിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഏകദേശം 10-12 കൊല്ലത്തിലധികം കഴിഞ്ഞു. ഏതായാലും ഞങ്ങളെ 2 പേരുടെയും അങ്ങനെ കഴിഞ്ഞത് നമ്മുടെ പിറക്കുന്നാണ്. അപ്പോൾ ഈ ജോയിൻറ്റ് ഫാമിലി എന്ന് പറയുമ്പോൾ ഉപ്പാപ്പ ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു. ആൾക്ക് എന്താ പറയുക, ചെരുപ്പ് ഊരിയിട്ട് കാല് കഴുകിയിട്ട് ചെരുപ്പ് ഊരിയിട്ട് ഉള്ളിൽ കയറാകും എന്ന് പറയുന്നുണ്ട്. മൈര് സമയം കഴിഞ്ഞാൽ പിന്നെ പിറക്കുന്നത് ഓതണം, ദിക്റെല്ലാം അങ്ങനത്തെ ഉള്ള ആളായിരുന്നു. നാട്ടിൽ വെച്ചിട്ട് തന്നെ എല്ലാവർക്കും ഒരു പേരെടുത്ത ഒരാളായിരുന്നു. അപ്പോൾ ഉപ്പാപ്പ മരണപ്പെട്ടിട്ട് ഇപ്പോൾ കുറേ വർഷമായി. എനിക്കൊന്ന് എൻ്റെ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഉപ്പാപ്പ മരിച്ചിന്. ഉപ്പാപ്പനെ കുറിച്ചിട്ട് വലിയൊരു ഓർമ്മയുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. പിന്നെ അതുപോലെ എൻ്റെ ഉമ്മയുടെ ഫാമിലിയും വലിയൊരു ജോയിൻറ്റ് ഫാമിലിയാണ്. വെച്ചാൽ നമ്മളിപ്പം നോമ്പിനെയൊക്കെ ഒത്തുകിടാറുണ്ട് ഒരു ദിവസം. ശരിക്കും പറഞ്ഞാൽ സീറ്റ് വരെ കിട്ടാറില്ല, അത്രയും ആൾക്കാരാണ്. ഞാൻ തന്നെ പറയാറുണ്ട്, അംഗൻവാടി ചേർക്കേണ്ട കുട്ടികൾ തന്നെ നമ്മളെ ഫാമിലിയിലുണ്ടെന്ന്. അത്രയും വലിയ ഫാമിലിയാണ്. ഉമ്മ ഫാമിലി ആയാലും ഉപ്പ ഫാമിലി ആയാലും അൽഹംദുലില്ലാ എല്ലാവരും നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഫാമിലി അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട്. പിന്നെ അറിയാമല്ലോ, പിന്നെ പോയിട്ട് നേരിട്ട് കാണലെന്ന് വെച്ചാൽ അത്ര പോസിബിളായ കാര്യമല്ല. പക്ഷേ എന്നിരുന്നാലും വല്ലപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ ഒത്തുകൂടാറുണ്ട്. ഇതാണ് പിന്നെ എൻ്റെ ഫാമിലി. പിന്നെ എൻ്റെ ഉമ്മയുടെ ഉമ്മ ഉണ്ട്, ഉമ്മയുടെ ഉപ്പ മരണപ്പെട്ടു പോയി. അതുപോലെ ഉപ്പാരെ ഉമ്മാന്നും ജീവിച്ചിരിപ്പില്ല, എല്ലാവരും മരണപ്പെട്ടു പോയി കേട്ടോ. പക്ഷേ അവർക്കൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ ഞങ്ങളെ എന്താ പറയുക ഈ ഒരു നല്ല നിമിഷമൊക്കെ കാണാൻ കൂടെ ഇല്ല എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമാണ്. കാരണം പേരമക്കളെന്ന് പറഞ്ഞാൽ അത്രയും പ്രിയപ്പെട്ടവർ തന്നെയായിരുന്നു. ഇപ്പം ഉപ്പയുടെ ഒരു പെങ്ങളും കൂടെ പിന്നെ എൻ്റെ മൂത്ത മോന് 3 വയസ്സാകുന്ന സമയത്ത് 3-3.5 വയസ്സാകുന്ന സമയത്ത് ഉപ്പയുടെ പെങ്ങളും കൂടി പെട്ടെന്ന് പിന്നെ അറ്റാക്ക് വന്നിട്ട് മരണപ്പെട്ടു.
അതുപോലെ ഉമ്മാരെ മൂത്ത ആങ്ങളെയും ഇതേപോലെ അറ്റാക്കായിരുന്നു, പെട്ടെന്ന് മരണപ്പെട്ടു. അപ്പം ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണം എന്ന് പറയുന്നത് കുടുംബത്തിൽ നമുക്ക് വല്ലാണ്ട് ഷോക്ക് തരുന്ന ഒരു സംഭവമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതാണ് എന്നെക്കുറിച്ചിട്ടുള്ള ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ അത്രയും നല്ല അടിപൊളി തന്നെയായിരുന്നു. പക്ഷേ ഇപ്പം എല്ലാവരെയും പിന്നെ വേറെ താമസം വന്ന് നമ്മൾ ഒരു 2 മക്കളെ പേരൻ്റായി എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ആ ഒരു ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ മിസ്സ് ചെയ്യുന്നുണ്ട് ചില സമയങ്ങളിൽ. എന്നാലും നമ്മൾ പിന്നെ ചെറുപ്പം മുതലേ കണ്ട് ഒന്നിച്ചിട്ട് കിടന്ന് ഒന്നിച്ചിട്ട് കളിച്ചവരൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. ഇനി കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റിലിടും കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് അതുവരെ വീണ്ടും കാണാം. അതുവരെ ബൈ, അസ്സലാമു അലൈക്കും.